നമുക്ക് കുറച്ച് അയില എന്ന് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നല്ല മസാലയൊക്കെ ചേർത്ത് വറുത്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിന് നോക്കിയത് നമ്മളെ വീട്ടിൽ കുരുമുളക്, പച്ച കുരുമുളക് കിട്ടാണ്ടോ നോക്കി. അങ്ങനെയാണെങ്കിൽ പച്ച കുരുമുളക് ചേർത്തരച്ചാൽ നല്ല സ്വാദാണ് മത്സ്യം വറുത്തതിൽ. അപ്പോൾ അത് നോക്കി. അപ്പോൾ എനിക്ക് ആകെ ഒരു തണ്ടേ കിട്ടിയുള്ളൂ. പിന്നെ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, നമ്മൾ കറുത്ത കുരുമുളക്, ഉണക്ക കുരുമുളക് ഉണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുണ്ട്, മല്ലിയുണ്ട്, അതുപോലെ മുളക് പൊടിയുണ്ട്, ഉപ്പ്. ഈ കാണിച്ചിരിക്കുന്നത് എന്താ അറിയോ, ഈ നാരങ്ങ പോലെയുള്ളത് ഇത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ബുഷ് ഓറഞ്ചാണ്. ഉപ്പ് ഞാനൊരു തക്കാളിയും കൂടി ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മത്സ്യമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് നാരങ്ങ നീര് കുറച്ച് അതിന് എടുക്കുക. നമ്മളെ വീട്ടിലെ തന്നെ ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല, അത് എടുക്കാം. നാരങ്ങ എടുത്തു, നാരങ്ങ നീരെടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പൊടികളൊക്കെ അതിലൊന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുണ്ട്, ആദ്യം മുളക് പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടിയുണ്ട്, ആദ്യം മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് മല്ലി അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസാനം അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ആ ഒരു മല്ലിപ്പൊടിയാണ്. മല്ലി നമുക്ക് പിന്നീട് അരച്ച് ചേർക്കാം. അതിൽ ഓരോ മണി മല്ലിയൊക്കെ വീഴുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വറുത്തെടുക്കുമ്പോൾ. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നാരങ്ങ നീര് പോരാത്തത് കൊണ്ട് തന്നെ നല്ലൊരു പേസ്റ്റായി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ചാറിയ വെള്ളം വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മത്സ്യം ഒന്ന് വരയാട്ടോ. വരഞ്ഞാലേ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നേരെ പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരഞ്ഞെടുക്കാം. എല്ലാ മത്സ്യവും ഒന്ന് വരഞ്ഞെടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ മസാല അതിൽ നല്ലപോലെ ചേർത്ത് പിടിപ്പിക്കാം. നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം തന്നെ വരഞ്ഞ് വെച്ചാലും മതി കേട്ടോ. കഴുകുമ്പോൾ തന്നെ നമുക്കത് കഴുകിയതിൻ്റെ ശേഷമൊക്കെ വരഞ്ഞ് വെക്കാം. ഇനി നമ്മൾ ഈ മസാല നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടിയും മസാലകൾ ഇതിൽ ചേർത്ത് അരയ്ക്കാനുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ കൂടി മിക്സായിട്ട് ഉപ്പും നാരങ്ങ നീരും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മസാല നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏതൊക്കെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് നോക്കൂ. നമ്മൾ ആദ്യം അതിലിട്ടത് മല്ലിയാണ്. പിന്നെ അതിൻ്റെ ശേഷം ചുവന്നുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആ ചുവന്നുള്ളി ഇട്ടു. പിന്നെ ഞാൻ എപ്പോഴും വെളുത്തുള്ളി ചേർക്കും കേട്ടോ നന്നായിട്ട് മത്സ്യത്തിൽ. അതുപോലെ കുരുമുളക്, ഇത് ഉണക്ക കുരുമുളകാണ്, ഉണങ്ങിയ കുരുമുളകാണ്. പച്ച കുരുമുളക് നമ്മൾക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞില്ലേ, അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മത്സ്യത്തിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. ഇതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ കിട്ടാൻ വേണ്ടി നമുക്ക് വെള്ളത്തിന് പകരം ഒരു തക്കാളി ചേർത്താൽ തക്കാളിയുടെ ഒരു പുളിരസം കൂടി അതിൽ കിട്ടും. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മളതിൽ ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളകും നമ്മൾ ചേർത്തു. ഇനി നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ടിത് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മളുടെ ആദ്യം നമ്മൾ പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടി ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള അതേ മത്സ്യത്തിൽ നമ്മൾ ഈ അരച്ചത് മുഴുവനായിട്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില വീട്ടിലുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ക്ഷാമം തീർന്ന് നമുക്ക് ചേർക്കാം, ഇഷ്ടം പോലെ ചേർക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. അതിൻ്റെ ശേഷം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ ചൂടായി, വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. മത്സ്യം കൂടെ എല്ലാം കൂടെ ഒന്നിച്ചിടണ്ട, വളരെ കുറച്ചായിട്ട്. അപ്പോഴേ നമുക്ക് നന്നായിട്ടത്
തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് സ്പേസൊക്കെ വിട്ടിട്ട് നമ്മൾ മത്സ്യം ആവശ്യത്തിന് വയ്ക്കുക. അതിൻ്റെ ശേഷം ചെറിയ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് 2-3 പ്രാവശ്യം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മെല്ലെ വറുത്തെടുക്കുക കേട്ടോ. നമുക്കതൊരു ഇലയിലേക്ക് നമുക്കത് മാറ്റാം. വറുത്തതിൻ്റെ ശേഷം വീണ്ടും നമുക്ക് ഇഷ്ടംപോലെ നാരങ്ങയും വീട്ടിലുണ്ട്. ബുഷ് ഓറഞ്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇഷ്ടം പോലെ വീട്ടിലുണ്ട്. ഏത് സീസണിലും അതുണ്ടാവും. നമുക്ക് നല്ല ദാഹം ഉള്ള സമയത്താണെങ്കിൽ അത് ചേർത്താൽ നമുക്ക് ദാഹത്തിന് നല്ല ആശ്വാസമാണ്. വെള്ളത്തിൽ ചേർത്തിട്ട് ആ നാരങ്ങ കലക്കി കുടിക്കുകയാണെങ്കിൽ. ഇനി നാരങ്ങകളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ആവശ്യത്തിന് നമുക്ക് നീര് ചേർക്കാം അതിൽ. ബാക്കിയും കൂടി നമുക്ക് വറുത്തെടുക്കാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ആദ്യത്തെ പോലെ തന്നെ വറുത്തെടുക്കാം. ഇനി അതും നമ്മൾ വലിയൊരു നാക്കയിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ സ്വാദ് കുറച്ചും കൂടിയും കൂടും, ഇലയുടെ സ്വാദ്.